എങ്കിലും ഇപ്പോഴും എന്റെ സുധേട്ടനെ വിട്ടുപോയി എന്ന് കരുതാൻ എനിക്ക് പറ്റുന്നില്ല മോളെ. വീടിനുള്ളില് ചിതാഭസ്മ കലശം സൂക്ഷിക്കരുതെന്നാ എല്ലാരും പറയുന്നത്. പക്ഷെ സുധേട്ടനെ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാ ആ ചിതാഭസ്മ കലശം നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ഞാൻ വിളക്ക് കത്തിക്കുന്നത്. എന്നാ ദേവികേടത്തിയുടെ മനസ്സ് ആരും തിരിച്ചറിയുന്നില്ല. ഇവളിത് എടുത്തോണ്ട് എങ്ങോട്ടാ പോന്നേ? ഇതെന്തൊരു മുതുപ്രാന്തോണോ എന്തോ. പാർവതി, പാർവതി, അതെ എന്താ നീ ഇങ്ങനെ കുന്തം വിഴിയോ പോലെ ഇരിക്കാതെ അങ്ങോട്ട് ചെന്ന് ചോദിക്കാം അവളോട്. എന്ത് കാര്യം അമ്മേ? ആരോടാ? എടാ മനോഹര, നമ്മുടെ ചെക്കന്റെ ചിതാഭസ്മം എടുത്തോണ്ടേ നിന്റെ മരുമോള് തുള്ളിച്ചാടി നിത്യയുടെ അടുത്ത് പോയേക്കുക. അതൊക്കെ ദേവികമോടെ ഓരോ വിശ്വാസമല്ലേ അമ്മേ? സുതിമോൻ കത്തിയമർന്ന് ചാരമായി പോയെങ്കിലും ദേവികമോടെ ഉള്ളില് സുതിമോൻ ജീവിച്ചിരുന്നു. ഓ, എന്ന് വെച്ചാ ആ കുടം തുറന്നാലുടനെ സുതിമോൻ ചാടി വരാൻ പോവല്ലേ? അമ്മയ്ക്ക് ഇതൊക്കെ പുച്ഛമാണെന്ന് കരുതി എല്ലാരും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ അമ്മേ. ചിലപ്പോ നിത്യയുടെ അടുത്ത് സുതിമോന്റെ സാന്നിധ്യം വേണോന്ന് ദേവികമോക്ക് തോന്നിക്കാണും. ഇതിനെ അങ്ങനെ കണ്ടാ മതി കേട്ടോ. കൂടുതൽ വ്യാഖ്യാനത്തിനൊന്നും ആരും നിൽക്കണ്ട. നിന്നോടും കൂടാ പറഞ്ഞേ.